മധുമാസം വെള്ളിക്കൊലുസിട്ടും കുനുകൂന്തൽ ചുരുൾ തൊട്ടും കനവിൽ നിറവാനിൻ രൂപം തുള്ളിക്കൊരു കുടമായി കുളിർ കുടയാനിനി നെറുകിൽ പൊഴിയാം അഴകിൻ മഴമേഘം തമ്മിൽ തനു തഴുകി കുളിർ മെഴുകി കളമെഴുതി തരണം തളരാം ഇനി വേഗം തിങ്കൾ കുറി തൊട്ടും തുടുതുമ്പക്കുടമിട്ടും മനസ്സിൽ വരവായി മധുമാസം മധുമാസം വെള്ളിക്കൊലുസിട്ടും കുനുകൂന്തൽ ചുരുൾ തൊട്ടും കനവിൽ നിറവായി നിൻ രൂപം തുള്ളിക്കൊരു കുടമായി കുളിർ കുടയാനിനി നെറുകിൽ പൊഴിയാം അഴകിൻ മഴമേഘം തമ്മിൽ തനു തഴുകി കുളിർ മെഴുകി കളമെഴുതി തരണം തളരാം ഇനി വേഗം തിങ്കൾ കുറി തൊട്ടും തുടുതുമ്പക്കുടമിട്ടും മനസ്സിൽ വരവായി മധുമാസം മധുമാസം വെള്ളിക്കൊലുസിട്ടും കുനുകൂന്തൽ ചുരുൾ തൊട്ടും കനവിൽ നിറവായി നിൻ രൂപം തുള്ളിക്കൊരു കുടമായി കുളിർ കുടയാനിനി നെറുകിൽ പൊഴിയാം അഴകിൻ മഴമേഘം തമ്മിൽ തനു തഴുകി കുളിർ മെഴുകി കളമെഴുതി തരണം തളരാം ഇനി വേഗം തിങ്കൾ കുറി തൊട്ടും തുടുതുമ്പക്കുടമിട്ടും മനസ്സിൽ മധുമാസം. ധ്രുവ, എന്തോ വല്ലാത്ത ചലഞ്ച് ആയി പോയല്ല. നിന്റെ സ്വരങ്ങളായിട്ട് ഞങ്ങൾ എല്ലാരും ഇങ്ങനെ ഞെട്ടിയിരിക്കായിരുന്നു. ഭയങ്കര പാടായിരുന്നു ഇത് പഠിക്കാൻ. അങ്ങനെ ചോദിച്ചാ കുറച്ച് പാടായിരുന്നു. എത്ര ദിവസം എടുത്തു? 2 ദിവസം. അത്രേ ഉള്ളോ? 2 ദിവസം കൊണ്ട് ഇത്രയും പഠിച്ചു? എങ്ങനെ ഓർത്തിരുന്നു ഇത്രയും സ്വരങ്ങള്? അത് റജി മാമി രൂപേഷ് സാറ് നല്ലോണം സപ്പോർട്ട് ചെയ്തു. പിന്നെ വലിയൊരു കൈയടി. അപ്പൊ അത് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ എന്നും കേൾക്കും. അത് എന്നും കേൾക്കും. ഓക്കെ, നമുക്ക് ചോദിക്കാം. ശരത് സർ, മക്കളെ, എന്തോ ഈ പാട്ട് എങ്ങനെ ഉണ്ടായി? ആരാണ് ചെയ്തത്? ആരെഴുതി? ആര് പാടി?
ഇതിലത്തെ മ്യൂസിക് ഡയറക്ടർ രവീന്ദ്രൻ മാഷ്, പിന്നെ പാടിയത് ചിത്രാമ്മ, എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി. എല്ലാം കഴിഞ്ഞു. എന്നാ നമുക്ക് പോവാം. പിടിക്ക് മക്കളെ. എന്തോ ആ തുടക്കത്തിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു കുഞ്ഞിന് കേട്ടോ. അത് നമ്മളൊരു വലിയ ഭീകരമായിട്ട് എടുക്കുന്നില്ല. സന്തോഷമായോ? ഓക്കെ, ശരി, സന്തോഷം. മക്കളെ, ഈ മനസ്സിൽ വരവായി മധുമാസം, അത് ആ ഫ്ലോ വരട്ടെ. ഒന്ന് പാടാമോ അത്? മനസ്സിൽ വരവായി മധുമാസം. അതെപ്പോഴും അങ്ങ് വരണം. മാസം. കുഴപ്പമില്ല. മക്കൾക്ക് മനസ്സിലായല്ലോ, അത് മതി. അതാ എനിക്ക് വേണ്ടത്. മക്കളെ, മായ പറഞ്ഞപ്പോ അത് നമുക്കൊന്ന് വൃത്തിയാക്കിയാലോ? മണി വീരൽ തുമ്പൊഴിഞ്ഞാൽ മിഴികളിൽ മയലിഞ്ഞാൽ മിഴികളിൽ മയലിഞ്ഞാൽ മനസ്സിലെ മൺചിമിഴിൽ മായാവൻ ചാന്തായി തീർന്നാൽ. വെരി ഗുഡ്. റിപ്പീറ്റ്. ഒരു മൂളം തണ്ടരുളും സ്വരമഴയേറ്റുണർന്നാൽ ഇളവയിൽ തുമ്പികളായി എങ്ങും നമ്മൾ പാറിപ്പോയാൽ. ഓക്കെ, ഗുഡ് മോളെ, ഗുഡ്. ആ ലോ പോർഷൻ കേൾക്കാനാ അതെന്ത് രസമുണ്ട്. അതെന്താണെന്നറിയാം ഈ കുഴപ്പം? അത് അങ്ങനെ ഒരു ഫ്രേസ് വന്നതിന്റെ കാരണം മോള് പറ. അത് ആദ്യത്തെ റിപ്പീറ്റ് ചെയ്ത് ആരെങ്കിലും കേസ് കൊടുക്കുമോ? അതും നല്ലതല്ലേ. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു സാധനം ഇതിൻ്റെ ഇടയിൽ? അത്രയും താഴെ എന്തിനാണത്? കാര്യം ഇതിന്റെ സംഗീത സംവിധായകന് അമാനുഷികമായ ഒരു റേഞ്ചുള്ള മനുഷ്യനാണ്. ഈ താഴെ അത്ര റേഞ്ച് ഉണ്ട് രവീന്ദ്രൻ മാസ്റ്റർ. അപ്പൊ അദ്ദേഹത്തിന് പാടാൻ പറ്റും. അത് ഇംപ്രവൈസ് ചെയ്യുന്നതിലും ഈ സംഗതികളുടെ കാര്യത്തിൽ രവീന്ദ്രൻ മാസ്റ്റർ ഒട്ടും പറയാലല്ല. അപ്പൊ എന്നായിരുന്നോട്ടെ, ചിത്രമല്ല പാടുന്നത്, പാടട്ടെ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ മാസ്റ്റർ തട്ടി വിട്ടതാ. ബ്യൂട്ടിഫുൾ ആണ് ആ പ്ലേസ് കേട്ടോ. അസാധ്യം. എനിക്കിപ്പോ ചിത്ര ചേച്ചിയൊക്കെ എന്താ പറയുക മിസ് ചെയ്തു മോള് പാടുമ്പോ. അപ്പൊ ഇന്നലെ ഞങ്ങളൊരു വീഡിയോ കോൾ സംസാരിച്ചാണ്. ഒരു പെൺകുട്ടിയെ കാണിച്ചെന്ന്, ശരത്തെ ഈ പാട്ട് കേൾക്ക് ശരത്തെ എന്ന് പറഞ്ഞു. ആ കുട്ടി മായാമഞ്ചലിൽ പാടി. അവിടെ പാടി തുടങ്ങിയപ്പോഴേ എനിക്ക് വന്ന അസാധ്യമായിട്ട് പാടുന്നു. അപ്പൊ ഞാൻ തൊട്ടടുത്ത് ഇരുന്ന് വേണുചേട്ടനെയും കൂടെ വിളിച്ച് കേൾപ്പിച്ചു. ഉഗ്രായിട്ട് പാടി. അപ്പോൾ ചിത്ര ചേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ശരത്തെ ഇതിന് പാട്ട് കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ചേച്ചി ലവ് യു. അപ്പൊ മക്കളെ, അടുത്ത ഇത് കഴിഞ്ഞ് വരുന്ന ലൈനിൽ ശ്വാസം മോളൊന്ന് പ്ലാൻ ചെയ്യണമായിരുന്നു. അവിടെ ഇവിടെ അസ്ഥാനത്തൊക്കെ ശ്വാസം എടുത്ത് കൊച്ചു. അതൊന്ന് കൃത്യമായിട്ട് പാടാമോ മോളെ? ഏതായിരുന്നു ചോദിച്ചാല് എങ്ങനെ നമ്മൾ പാടിയോ? എന്താ പാറിപ്പോയാൽ അത് പാടോ? സ്വരമഴയേറ്റുണർന്നാൽ ഇളവയിൽ തുമ്പികളായി എങ്ങും നമ്മൾ പാറിപ്പോയാൽ ആരും കാണാൻ സ്വപ്നപ്പീലി. നമ്മളെ അതിന് കുറച്ചും കൂടെ ക്ലാരിറ്റി ഇടാ. അങ്ങനെയാണോ മോള് പാടുന്നത്? ഒന്നുകൂടെ പാട്. മോളെ സ്വപ്നം ഇറങ്ങുന്നടാ, ഫ്ലാറ്റ് ആവും. ഒന്നുകൂടെ. ഗുഡ്. ഇതുപോലെ നോക്കണം. അതിന്റെ ഇടയ്ക്കൊക്കെ മോള് നിന്നെ കണ്ടു, അതായത് എല്ലാത്തിനും ശ്വാസം എടുത്തിട്ട് ഒരു ശ്വാസം മുട്ടിപ്പോയി ഞങ്ങൾക്ക് കേട്ടോ. ഇനി നമുക്ക് ആ സ്വരത്തിലേക്ക് അങ്ങ് ഇറങ്ങാം. രണ്ടും കൽപ്പിച്ച് തുടങ്ങും. ഗാമനിയും എന്തിനാ അവിടെ? ഗാമ പ പോരെ, ഗാമനി. അത് മോള് പാടുന്നില്ലല്ലോ. ആ സ്വരം പാടുമ്പോ സ്വരസ്ഥാനത്ത് കൊള്ളിക്കണ്ടേ? ഗാമനി പ അല്ല ഗാമ പ. ഏതാണ് മോള് പാടുന്നത്? അത് ഓക്കെ. ഗാമനി പ. അപ്പൊ നീ അങ്ങോട്ട് ഹിറ്റ് ചെയ്യണം.
ഗമനി പാപ മനി പമഗ ആ അടുത്തത് നിസ ഗമ പനി പമഗ ഗനി മഗ ഓ ഓ ഓക്കെ പമ പമ പനി പമഗ മ പനി പമഗ പമ പഗ ഗമ പധ നീ 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 ദ നാനി സനി ദ സനി ദ പ ഓ ആ ഓക്കെ കൊള്ളാം മോളെ പാടിക്കോ പാടിക്കോ നാനി സനി ദ സനി ദ നാനി സനി ദ സനി ദ പ ഗമനി പാപ പ മോളെ ഗമനി പ ഗമനി ആ ഗമനി പാപ പ പാസപ നീ ഗമ ആ എന്തോന്നത് പാസപ ആ പാസപ്പ ഓക്കെ മോളെ ദാസപ്പ എന്നൊക്കെ വിളിക്കുന്നതാണ് പാസപ്പ ഓക്കെ അത് കഴിഞ്ഞ് നീ ഗമ മ ആ നീ ഗ നീ ഗ ആ നീ ഗമ മ നീ 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 ഗ ഗ ഗ പ പ പ സ സ സരി ഗ രി സ നി സ ത പ സരി ഗരി സ സരി ഗരി സ നി സ സരി ഗ രി സ നി സ ധ പ നി സ ദ പ നി സ ധ പ ആ ഓക്കെ രവീന്ദ്ര ഭാസ്കർ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടില്ലേ കുഞ്ഞുങ്ങൾ കിടത്ത് വെള്ളം കുടിക്കുന്നത് മാഷ് എന്നോട് സ്നേഹവുമില്ല. ഇത്രയും നല്ലൊരു കോമ്പസിഷൻ തന്നില്ല നമ്മുടെ മാഷ്. അയ്യോ കുറേ സന്തോഷം. അപ്പം മക്കളെ ഇത് എനിക്ക് ടെക്നിക്കലി പറയാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് മോള് ഷഡ്ജം നാക്കി പാടുന്ന അതേതാണ് നാക്കി പാടുന്നത്? അല്ല അത് അത് പാടാനല്ല, മോള് ഷഡ്ജം ഏതാണ്, സാ ഏതാണ്, ടോണിക് നോട്ട് ഏതാണ് മോള് പാടുന്നത്? ആ പാടിക്കോടാ. ആ അത് തന്നെ, അതാണ് അതല്ല മോള് പാടുന്നത്. അപ്പൊ ഇതിന് വേറൊരു സംഭവം ഉള്ളത്, അത് ആയിക്കൂടെ? അരെ ചിത്ര ചേച്ചി അത് ഇതാണ് ഷഡ്ജമാക്കി പാടിയേക്കുന്നത്. അതും പഠിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ചാടി കയറി പഠിക്കരുത്. അതും പഠിച്ചിട്ടുണ്ടോ? എന്നാ പാട്. അത് സ്വരവോ? വേണ്ട മക്കളെ, വേണ്ട വേണ്ട, അത് താങ്ങത്തില്ല ഞാൻ മക്കളെ. അല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഏതൊരു കമ്പോസറിനും മോക്കിപ്പോൾ ഇത് ഷഡ്ജമായിട്ട് തോന്നിയില്ലേ? ഇതാണ് എന്നുള്ളത് സാ എന്ന് തോന്നി. അത് സ്വാഭാവികമാണ് മക്കളെ. ഞാൻ ചിത്ര ചേച്ചിയെ കൊണ്ട് പാടിക്കുമ്പോൾ പ്രണതോസ്മി ഗുരുവായൂപുരേശം എന്നുള്ളൊരു പാട്ട്, അത് ഇതല്ല. അത് മോളെ നിന്റെ മനസ്സിൽ കത്തിയത് പ്രണതോസ്മി ഗുരുവായൂപുരേശം പ്രതിദിനമനുചേത സ്മരഹരിപാദം. അതല്ല, പ്രണതോസ്മി ഗുരുവായൂപുരേശം മായാശ്രീ എന്ന് പറഞ്ഞൊരു രാഗത്തിൽ കേട്ടോ. സനിത ദ്വിമധ്യമ പഞ്ചമ വർഗ രാഗ ചാർട്ടിലുള്ളതാണിത്. ഇപ്പം ചേച്ചിക്ക് ഞാൻ ട്യൂൺ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ചേച്ചി എന്ത് വിചാരിച്ചു? മധ്യമം ഷഡ്ജമാക്കി. അപ്പോൾ ഷഡ്ജമാക്കുമ്പോൾ അത് ശുഭോന്തരാളിയാണ്. അതിൽ ഷഡ്ജമാകുമ്പോൾ ശുഭോന്തരാളിയാണ് ചേച്ചിയുടെ മനസ്സിൽ. ഞാൻ എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞ് ഗാമഗരി സരിഗ എന്ന് പറഞ്ഞ ചേച്ചേ എന്തോന്ന് ചേർത്ത ഇത് പാടുന്നതെന്ന്. അപ്പം ചേച്ചി എൻ്റെ കൊങ്ങായിക്ക് പിടിച്ച്. ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ അടുത്ത് ആര് പറഞ്ഞു ഷഡ്ജം മധ്യമ ഷഡ്ജം ആക്കി പിടിച്ച്, ഇതാണ് ടോണിക് നോട്ട്, ഇതെന്തും വയ്ക്കാം, ആകെപ്പാട് ടെൻഷനായിരുന്നു. പിന്നെ ചേച്ചിയെ കൊണ്ട് ചേച്ചിക്കത് മനസ്സിലായ പിന്നെ പാടി തകർത്തല്ലോ. പക്ഷെ മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടി. മൊത്തം അങ്ങനെ ആ രാഗത്തിൽ ചേച്ചി മനസ്സിലങ്ങനെ ശുഭമന്തരാളി ആണെന്ന് വിചാരിച്ചിരിക്കുന്നതുകൊണ്ട് പറ്റിയതാണ് കേട്ടോ. അതെപ്പോഴും അത് മനസ്സിലായിക്കോളാം. നമ്മൾ ഒരു ടോണിക്ക് നമുക്ക് നമ്മുടെ മനസ്സിൽ ഏതാണോ തോന്നുന്നത് അത് വെച്ചിട്ടായിരിക്കും ആ രാഗം സൗണ്ട് ആവുന്നത്, അല്ലേ? മിസ്റ്റർ ഷിനു നമ്പ്യാർ, നീ ഫ്രീ ആണോ? ഈ കൊച്ചിൻ്റെ ശ്രുതി എന്നിട്ട് സരി മപനി സനി പമരി സരി കപധ സദ പഗരി സഗമപനി സനി വമഗ സരി മപധ സദ പമരി സഗമധനി സഗമധനി സഗമധനി. പേടിയാണോ മക്കൾക്ക്? അല്ല മോളെ, ഇത് കാര്യം എല്ലാം ഈ ടോണിക്ക്, ഞാൻ ഇതേ സ്വരം തന്നെയാണ് നമ്മൾ ടോണിക്ക് മാറുന്തോറും ആ രാഗങ്ങളൊക്കെ മാറത്തില്ലേ, അത് പാടി കേൾപ്പിച്ചതാ കേട്ടോ. ഇതൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ മക്കളെ. താങ്ക് യുടാ. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഞാൻ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്?
പറ മക്കളെ, എന്തെങ്കിലും ഉണ്ടേ പറ. എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ മക്കളെ? ദേവദാസി മൂവി ഇല്ലേ, ആ മറ്റേ പാട്ട് പാടാനല്ലേ, നീ പള്ളി പോയി പറഞ്ഞാൽ അവളുടെ ഒരു ആഗ്രഹമല്ലേ, പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോ ആഗ്രഹം? ചലൽ ചഞ്ചല ചിലുക്കൾ. ആ ദേവദാസിയാണോ ചലച്ചന്ദ്ര? ആണെന്ന് തോന്നുന്നു. ശരിയാ. എടേ ഒന്ന് പിടിയടേ കുഞ്ഞ്, ആ ദേവദാസി സുധാമന്ത്രം പാടാൻ പറയാന്ന് വിചാരിച്ചു. അതാ എണീറ്റത്. ആ ഇത് പാടിത്തരാം. ആ സുധാമന്ത്ര സെയിം മൂവിയിൽ ആ ഇത് പാടിത്തരാം. നിനക്ക് വേണ്ടി പാടിയില്ല പിന്നെ ഞാൻ ആർക്ക് വേണ്ടി പാടാൻ? അല്ലാണ്ട് എന്റെ ചക്രയാ നീ. അല്ല ഈ കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ചലച്ചഞ്ചലം? ആർക്കും അറിഞ്ഞില്ല മോളെ. ഐ ലവ് യു. കാര്യം ആർക്കും അറിഞ്ഞടാ. ആഹാ ദേവദാസിയായി നിഴലുകൾക്കുള്ളിൽ കുങ്കുമം ചാർത്തിയോ, നിറനിലാവിൻ്റെ മൺചിരാതിലെ പൊൻതിരി നാളമായി രാവിൽ കേട്ടു ഞാൻ ഗന്ധർവനാദം, ദൂരേക്കിനാവിൽ പൂത്താലി തീർത്തു. ധീം ധീം തജണുതോ ധൃത്തിലില്ല നദീം തദീം തജണുതോ. സാനി പനി പാപദ പാപ മപ പരി പാപദ പാപനി. ധൃത്തോം തകജം തത്തോം തോ ചലൽ ചഞ്ചല ചിലമ്പൊലിയോ. എൻ തോഴി നിൻ കടമിഴിയിൽ ആരെ നീ തേടുവതാരേ. നിറമാറുക വന്നവനാരോ, കിന്നാരം ചൊന്നവനോ, നിന്നധരം നുകർന്നവനോ, കാമാസ്ത്രം തൊടുത്തവൻ നിന്നെ മാറോടു ചേർത്തുവതോഴി. ധൃത്തോം തകജം തത്തോം തോ. ബ്യൂട്ടിഫുൾ, സൂപ്പർ. താങ്ക് യു സർ. അതെ മക്കള് കാരണം കുറച്ച് പേര് കേട്ട് കാണും ഇത്. അടിപൊളി. ഓക്കെ താങ്ക് യു ശരത് സാർ. ചേച്ചി ധ്രുവക്കുട്ടി, എന്തോ ബ്യൂട്ടിഫുൾ സിംഗിങ്. താങ്ക് യു മാം. ധ്രുവക്കുട്ടി ഒന്ന് ആലോചിച്ച് നോക്ക്, എന്ത് ഹൗ മച്ച് ബ്ലെസ്ഡ് യു ആർ അല്ലേ. ഇത്ര വലിയ അനുഗ്രഹമാണ്. ഇത്രയും ലെജൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത്, വേണുചേട്ടനും ശരത് സാറും അല്ല. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. മോളുടെ ഈ പ്രായത്തിൽ മോൾക്ക് ഇത്രയും സപ്പോർട്ടും നോളേജും പറഞ്ഞു തരുന്നു. അതെല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പാടുന്നത്. വെരി ഹാർഡ് വർക്കിംഗ് ആണ്, നല്ല ശബ്ദമാണ്, അപ്പോൾ ബ്യൂട്ടിഫുൾ സിംഗിങ് ആണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു ചേച്ചി. വേണുചേട്ടാ. Hi, Bhagwati. Hi sir. I really liked your singing. Thank you sir. I mean it. വെറുതെ പറയല്ല, നീ ഒരു അപാര സംഭവമാണ് കേട്ടാ. Thank you sir. സോ ഗുഡ്. അത് ഈ ഒരു ഇത്രയല്ലേ ഉള്ളൂ ആള്, അതിനിടയിൽ ആ ഒരു ജസ്റ്റേഴ്സും എക്സ്പ്രഷൻസും പെർഫെക്ഷനും ആ ഒരു ഉള്ളിലെ ഒരു കോൺഫിഡൻസ് ദാറ്റ് ഷോസ്. അതാണ് വേണ്ടത്, ആ ഒരു ധൈര്യം പ്ലസ് പെർഫെക്ഷൻ. യു ആർ ഹാർഡ് വർക്കിംഗ്. അത് പാട്ട് കേട്ടറിയാം. വെരി ഹാർഡ് വർക്കിംഗ്. ഇത് ഈ ഉള്ളിലെ ഈ ഒരു ഫയർ, ഈ ഒരു പാഷൻ അത് കളയല്ലേ മോളെ കേട്ടോ. ഓൾവേസ് അങ്ങനെ പിടിക്കുക കേട്ടോ. Okay sir. ഓൾ ദ വെരി ബെസ്റ്റ് മോളെ, വെരി ബെസ്റ്റ്. താങ്ക് യു വേണുചേട്ടാ. ഓക്കെ ധ്രുവമോൾ, ഗുഡ് 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 കമന്റ്സ് അല്ലേ. പിന്നെ നമുക്ക് മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഓക്കെ ശരത് സാർ. യെസ് ബോസ്. മാർക്ക് പറയണമെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ഒരു പാട്ട് പാടിച്ചില്ലേ, ആ പാട്ടിന്റെ രാഗം പറയണം. അറിയില്ല. ആർക്കെങ്കിലും അറിയോ? അറിയാവുന്നവർ കൈപൊക്കും. നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കേട്ടോ. ഒരു 1000 രൂപ തരാം. 1000 രൂപ ശരത് സാർ തരും. ഇപ്പൊ പാടിയ പാട്ടിന്റെ രാഗം ഏതാന്ന് പറഞ്ഞാൽ
ദേ ബദ്രി. ഇവൻ ഞാൻ ആദ്യം പറഞ്ഞെന്ന് തോന്നുന്നത് രാഗത്തിന്റെ പേര് കള്ളനാ. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. പാവനിയാണോ സാറേ? പാവനയാടാ, പാവനയാണ്. പാവന ഞാൻ പറഞ്ഞോ എന്നൊരു ഡൗട്ട്. പറഞ്ഞു പറഞ്ഞു ആദ്യം പറഞ്ഞു അതാ. എടാ കള്ള. അവന് 1000 രൂപ എനിക്ക് തരണം. മക്കളെ, ഇത് 41ാമത്തെ മേളകർത്താരാഗമാണ് പാവനി കേട്ടോ. ഇതിലൊന്നും പാട്ടുകളില്ല കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. മോളെ, പാർത്ത വിഴി പാർത്ത പടി പൂത്ത് ഇരുക്ക കാത്തിരുന്ന കാഴ്ച ഇങ്ങ് കാണ കിടക്ക. കേട്ടുണ്ടോ? ഗുണ എന്നുള്ള സിനിമയാണ്, അത് കാണുക, ആ ഫിലിം കാണുക. ആ മ്യൂസിക് എങ്ങനെ രാജാസാറിൻ്റെതാ, അത് ദാസേട്ടൻ പാടി. എൻ്റെ അമ്മ, അതിൽ കമൽ സാർ അഭിനയിച്ചേക്കുന്ന, അയ്യോ ഒരു നിവൃത്തിയില്ല. അതൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ സാർ. ഇഷ്ടപ്പെട്ടോ പാവനി? പാവനിയോ? ഈ രാഗം മക്കളെ, നേരത്തെ പാടിയ പാട്ട്. ഞാൻ വേറെന്തോ കേട്ടെ. അത് നല്ലതല്ല. നമ്മൾ ഓരോന്ന്, നമുക്ക് എല്ലാം ഒരു ലേണിംഗ് പ്രോസസ്സ്. നമ്മുടെ ജീവിതം എല്ലാം തന്നെ. നമ്മൾ ചിലർ കൂടെ നിന്നിട്ട് നമ്മളെ വല്ലാണ്ട് പാര വെച്ച് കുഴി തള്ളിയിട്ട് മൂക്കി പഞ്ഞി വെച്ചിട്ട് പോകത്തില്ല ചിലർ. അപ്പം നമ്മൾ അവരെ പഠിക്കണം. കാര്യം പിന്നെ അങ്ങനെയുള്ളവരെ അടുപ്പിക്കരുത്. അപ്പോൾ ഓരോന്നും നമുക്ക് പഠനമാണ്. അപ്പോൾ ഓരോന്നൊരു എന്താ പറയണ്ട, നമുക്ക് കിട്ടുന്ന അതങ്ങോട്ട് പഠിക്കുക. അപ്പോൾ എൻ്റെ ചോദിക്കണം, പാവനയുടെ ആ രാഗം ആരോഹണോ അവരോഹണോ എന്താണ് ചോദിക്കുക. ഞാൻ അത്രയൊന്നും അറിയുന്ന ആളല്ല, പക്ഷെ അറിയാവുന്ന എനിക്ക് സോളിഡായിട്ട് അറിയാം. മക്കൾക്ക് ഞാനിത് പറഞ്ഞു തരട്ടെ. പഠിക്കോ? സരി സാരി ഗ മാ മാ പ പാ ധാ നീ നീ സ സാ സാനിധ പ സാനി ധാ പ പമഗരി പമഗ പമഗരി പമഗരി സാ. അതേ ഉള്ളൂ കേട്ടോ. നല്ല രാഗം മോളെ. ഇതൊക്കെ നിങ്ങൾ ഓരോന്ന് നമ്മൾ പഠിക്കുക. അപ്പോൾ ഒരു ചാൻസ് ഇത് പിന്നെ പാടി നോക്കണം. ഇത് അവിടെ ചെന്നിട്ട് ചുരുട്ടി കൂടി കളഞ്ഞിട്ട് വീട്ടിൽ പോകരുത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കുറേ കൂടി നമുക്ക് പഠിക്കാന്ന് പറഞ്ഞാൽ അതെപ്പോഴും അനുഗ്രഹമല്ലേ മക്കളെ. നമുക്ക് പഠിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പുതിയ രാഗം എന്ന് പറയുമ്പോൾ അതിലങ്ങ് പാടി അങ്ങ് തകർക്കണം കേട്ടോ മക്കളെ. എപ്പോഴും ഒന്ന് നോക്കിക്കോളാം. ഭയങ്കര വലിയ ബ്ലെസ്സിങ് ആണ് കേട്ടോ സാർ ഇങ്ങനെ ഷോയിൽ നിങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ബ്ലെസ്സിങ് ആണ്. ഓക്കെ, അപ്പൊ സാർ പറഞ്ഞ പോലെ പോണ വഴി ചുട്ടിക്കുട്ടി കളയരുത്. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് എല്ലാവരും കൂടെ പാടിയത്. അപ്പൊ എല്ലാരും ഇത് അവരെല്ലാരും ഏറ്റു പാടി കൂടെ. അത് ഗുഡ്. മക്കളെ, എന്തോ കുഞ്ഞു മക്കള് അത്രയ്ക്ക് എനിക്ക് അങ്ങോട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ വന്ന് കയറിയില്ല എങ്കിലും മക്കൾക്ക് ഞാൻ 8.5 മാർക്സ് തരുന്നു. താങ്ക് യു ശരത് സാർ. വേണിച്ചേട്ടാ ശകരേ, എന്തോ നിനക്കേ 9.25. താങ്ക് യു സർ. വേണിച്ചേട്ടാ. ചേച്ചി ഓക്കെ, സോ ടോട്ടൽ 17.75. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.